28 പേരുടെ മരണത്തിനിടയാക്കിയ കുറ്റിപ്പുറം വാണിയമ്പലം വിഷക്കള്ള ദുരന്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ മാസം 30-ന് സമർപ്പിക്കും. 2011 ജനുവരിയിൽ നിയമിച്ച ജസ്റ്റിസ് എം രാജേന്ദ്രൻ നായർ അധ്യക്ഷനായ കമ്മീഷൻ ഇതുവരെ 436 സാക്ഷികളെ വിസ്തരിച്ചു. 189 രേഖകൾ തെളിവെടുപ്പിനായി ശേഖരിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു വിഷക്കള്ള ദുരന്തമെന്ന എക്സൈസ് കമ്മീഷണർ കഴിഞ്ഞ മാസം മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴി വിശ്വസനീയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായതായിട്ട് അനുമാനിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു തീരുമാനം എടുക്കുന്നത് എല്ലാം കൂടെ എനിക്ക് ഡിസ്കസ് ചെയ്ത് എല്ലാം കൂടെ പരിശോധിച്ച് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് തീർത്തും അവരുടെ കുഴപ്പമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റും. സാക്ഷിമൊഴികൾ വെച്ച് നോക്കുമ്പോൾ അവരിൽ വീഴ്ച കാണുന്നുണ്ട്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ എക്സൈസുകാരുടെ ഭാഗത്തു നിന്നുള്ള വൻ വീഴ്ചയാണ് ദുരന്തത്തിന്റെ കാരണം. ബിനാമികളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ എക്സൈസ് വകുപ്പിനായില്ല. ലൈസൻസ് തന്നെയാണ് കള്ളുഷാപ്പ് നടത്തുന്നതെന്ന് ഉറപ്പുവരുത്താനായില്ലെന്നും ജസ്റ്റിസ് എം രാജേന്ദ്രൻ നായർ പറഞ്ഞു. ലൈസൻസ് തന്നെ ഇത് നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ട ഒരു മാർഗമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴും ബിനാമി സിസ്റ്റം നിയന്ത്രിക്കാനുള്ള ഫലവത്തായിട്ടുള്ള മാർഗം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലില്ല. ബിനാമികളെ നിയന്ത്രിക്കുകയും സ്പിരിറ്റിന്റെ ഒഴുക്ക് തടയുകയും ചെയ്തില്ലെങ്കിൽ മദ്യദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നും കമ്മീഷൻ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഫൗസിയ മുസ്തഫ, മലപ്പുറം, ഇന്ത്യ വിഷൻ.